പ്യാരെ ബച്ചോ, ഇന്ന് നമ്മുടെ വീഡിയോ 5ാം ക്ലാസ്സിലെ ഉറുദുവിലെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായ ഗർ ബസായെ എന്ന പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ താഴ് ഭാഗത്ത് 2 ചോദ്യങ്ങൾ കാണാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. 1ാമത്തെ ചോദ്യം, തസ്വീർ മേ ക്യാ ക്യാ ഹേ? ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ട്? ഈ ചിത്രത്തിൽ വീട്, സൈക്കിൾ, പൂക്കൾ, പൂന്തോട്ടം, ഇങ്ങനെ ഓരോന്നും നമുക്ക് കണ്ടെത്താം. അടുത്ത ചോദ്യം, തസ്വീർ മേ കോൻ കോൻ ഹേ? ചിത്രത്തിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ചിത്രത്തിൽ മനുഷ്യന്മാർ, പൂച്ച, കോഴി, നായ്ക്കുട്ടി, ഇങ്ങനെ പലതും നാം കാണുന്നു. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. സബക് ഏക്ക്, ആവോ നൗരി ബേട്ടി, അബ്ബാജാൻ ആയേ. ഇതിൻ്റെ അർത്ഥം നോക്കാം. ആവോ എന്ന് പറഞ്ഞാൽ വരൂ. നൗരി എന്നുള്ളത് മകളെ, കുട്ടിയുടെ പേരാണ്. ബേട്ടി എന്ന് പറഞ്ഞാൽ മകളെ. അബ്ബാജാൻ ആയേ, അബ്ബ എന്ന് പറഞ്ഞാൽ ഉപ്പ. ജാൻ എന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ പറയുമ്പോൾ ജാൻ എന്ന് ഉപയോഗിക്കുന്നു. ആയേ എന്നതിൻ്റെ അർത്ഥം വന്നു എന്നാണ്. ഇനി ഇതെല്ലാം കൂടുമ്പോൾ എങ്ങനെ അർത്ഥം വരും എന്ന് പരിശോധിക്കാം. വരൂ നൗരിമോളെ, ഉപ്പ വന്നിട്ടുണ്ട്. അടുത്തത് അബ്ബാജാൻ ആയേ. അബ്ബാജാൻ ബാസാർ സെ ആയേ. ഉപ്പ ബാസാർ എന്ന് പറഞ്ഞാൽ അങ്ങാടി, അങ്ങാടിയിൽ നിന്ന് വന്നു. അബ്ബാജാൻ ആം ലായേ. ഉപ്പ മാങ്ങ കൊണ്ടുവന്നു. ആം എന്ന് പറഞ്ഞാൽ മാംഗോ എന്നർത്ഥം. അബ്ബാജാൻ പക്കെ പക്കെ ആം ലായേ. പക്കെ പക്കെ എന്ന് പറഞ്ഞാൽ പഴുത്ത മാമ്പഴം കൊണ്ടുവന്നു. ആവോ അജ്മൽ ഭയ്യ, അബ്ബാജാൻ ആയേ. ഭയ്യ എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നാണ് അർത്ഥം. വരൂ അജ്മൽ സഹോദര, ഉപ്പ വന്നിട്ടുണ്ട്. മീഠേ മീഠേ ആമലായേ. മീഠേ മീഠേ എന്ന് പറഞ്ഞാൽ സ്വാദിഷ്ടമുള്ള, മധുരമുള്ള മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ദോനോം അബ്ബാജാൻ കെ പാസ് ഗയേ. 2 പേരും ഉപ്പയുടെ അടുത്തേക്ക് പോയി. ദോനോം എന്ന് പറഞ്ഞാൽ 2 പേരും. പാസ് എന്നതിൻ്റെ അർത്ഥം അടുത്ത് എന്നാണ്. നൗരി ഖുഷി സെ ഗീത് ഗാനെ ലഗി. ഖുഷി എന്നാൽ സന്തോഷം, ഗീത് എന്നതിൻ്റെ അർത്ഥം പാട്ട് എന്നുള്ളതാണ്. പിതാവ് വന്ന സന്തോഷത്തിൽ മകളായ നൗരി പാട്ട് പാടുന്നു. അവളുടെ പാട്ടിൻ്റെ പേരാണ് ബ ആയേ എന്നുള്ളത്. ഇനി നമുക്ക് ആ പാട്ടൊന്ന് നോക്കാം. आए मेरे अब्बा आए, आए मेरे अब्बा आए, मीठे मीठे आम लाए, मीठे मीठे आम लाए. आए प्यारे हाय, आए प्यारे अब्बा आए, आए प्यारे अब्बा आए. ताजे ताजे आम लाए, ताजे ताजे आम लाए. आई मेरी अम्मी आई, आई मेरी अम्मी आई, मेरी प्यारी अम्मी आई, प्यारी दादी आई. आई मेरी दादी आई, आई मेरी दादी आई, मेरी प्यारी दादी आई, प्यारी दादी आई. आए मेरे अब्बा आए, आए मेरे अब्बा आए, मीठे मीठे आम लाए, मीठे मीठे आम लाए. आए प्यारे हाय, आए प्यारे अब्बा आए, आए प्यारे अब्बा आए. ताजे ताजे आम लाए, ताजे ताजे आम लाए. आए मेरे दादा आए, आए मेरे दादा आए, पक्के पक्के आम खाए, पक्के पक्के आम खाए. आए मेरे दादा आए, आए मेरे दादा आए, पक्के पक्के आम खाए, पक्के पक्के आम खाए. बहना आई भिया आए, बहना आई भिया आए, सबने मिलकर आम खाए, सबने मिलकर आम खाए, सबने मिलकर आम खाए, सबने मिलकर आम खाए. ഇനി നമുക്ക് ഈ പാട്ടിൻ്റെ അർത്ഥം നോക്കാം.
ആയേ മേരെ അബ്ബ ആയേ. ആയേ എന്ന് പറഞ്ഞാൽ വന്നു. മേരെ എൻ്റെ. അപ്പോൾ എൻ്റെ ഉപ്പ വന്നു. മീഠേ മീഠേ ആം ലായേ. ആം എന്ന് പറഞ്ഞാൽ മാംഗോ. മീഠേ മീഠേ മധുരമുള്ള. അപ്പോൾ മധുരമുള്ള മാങ്ങ കൊണ്ടുവന്നു. ആയേ പ്യാരെ അബ്ബ ആയേ. പ്യാരെ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ വന്നു. താസെ താസെ ആം ലായേ. താസെ എന്ന് പറഞ്ഞാൽ പുതിയ. പുതിയ പുതിയ മാങ്ങ കൊണ്ടുവന്നു. ആയി മേരി ഉമ്മി ആയി. മേരി പ്യാരി ഉമ്മി ആയി. ഉമ്മി എന്ന് പറഞ്ഞാൽ ഉമ്മ. മേരി എൻ്റെ ഉമ്മ വന്നു. മേരി പ്യാരി ഉമ്മി ആയി. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വന്നു. അപ്പോൾ ഉപ്പ മാങ്ങ കൊണ്ടുവന്നു. ഉപ്പക്കെന്താ പറയുക? അബ്ബ എന്ന്. ഇത് കണ്ടപ്പോൾ നൗരിമോൾ ഓടി വന്നു പാട്ട് പാടാൻ തുടങ്ങി. ഇത് കണ്ട് ഉമ്മയും കൂടെ വന്നു. ഉമ്മക്കെന്താ പറയുക? ഉമ്മി എന്ന്. ആയി മേരി ദാദി ആയി. മേരി പ്യാരി ദാദി ആയി. ദാദി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി. അപ്പോൾ എൻ്റെ മുത്തശ്ശിയും വന്നു മാങ്ങ കഴിക്കാൻ വേണ്ടി. മേരി പ്യാരി ദാദിയായി. എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയും വന്നു. ആയേ മേരെ ദാദാ ആയേ പക്കേ പക്കേ ആം കായേ. ദാദ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ, വല്ലിപ്പ. ഇത് കണ്ട് എൻ്റെ വല്യുപ്പയും വന്നു. പക്കേ പക്കേ ആം കായേ. പാകമുള്ള പയുപയുത്ത മാങ്ങ ഖായേ ഭക്ഷിച്ചു. ബഹന ആയി ബയ്യ ആയേ. സബ്നെ മിൽക്കർ ആം ഖായേ. ബഹന എന്ന് പറഞ്ഞാൽ സഹോദരി, ബയ്യ സഹോദരൻ. അപ്പോൾ സഹോദരിയും സഹോദരനും വന്നു. സബ്നെ മിൽക്കർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആം ഖായേ മാങ്ങ തിന്നു. ഇതോടെ ഈ പാഠഭാഗത്തെ നാം വിശകലനം ചെയ്തു. ഇനി അടുത്ത വീഡിയോ ഈ പാഠഭാഗത്തിൻ്റെ വർക്ക് ഷീറ്റിൻ്റെ വിശകലനമായിരിക്കും.